കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ കൊള്ളയടിച്ചതിന് പിന്നാലെ അധികാരത്തിലില്ലാത്തപ്പോഴും ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നതാണ് മുണ്ടക്കൈ ചൂരൽമല സംഭവം കാണിക്കുന്നത്. ഇതുവരെ ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് പിരിച്ച പണം എത്രയാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? ഏത് അക്കൗണ്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശ്രീമാൻ രാഹുൽ ഗാന്ധി അത് കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ടോ? എന്നെ അത്ഭുതപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം ഇതിനുവേണ്ടി കൊടുത്തു എന്നാണ്. രാഹുൽ ഗാന്ധിയെ പറ്റിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്നത്. ഏത് അക്കൗണ്ടിൽ പണമിട്ടെന്നോ എത്ര കോടി രൂപ ഈ അക്കൗണ്ടിൽ ഉണ്ടെന്നോ ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവും പരസ്യമായി പറഞ്ഞിട്ടില്ല. വയനാട്ടിലെ കോൺഗ്രസ് MLA സിദ്ദിഖിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണം അറിയില്ല, അത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിന്റെയും അക്കൗണ്ടിലാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിച്ചു, എന്റെയും KPCC പ്രസിഡന്റ് അക്കൗണ്ടിലാണ് ഈ പണം. ഏത് ബാങ്കിലാണ്, എത്ര രൂപയാണ് നിങ്ങൾ പണം പിരിച്ചത്? 100 വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള കണക്കനുസരിച്ച് ഒരു വീടിന് 17 ലക്ഷം രൂപയാണ് LDF ഗവൺമെന്റ് ചെലവഴിച്ചത്, സ്ഥലത്തിന്റെ പണം കൂടാതെ തന്നെ പരിശോധിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ കണക്കാക്കിയ തന്നെ 100 വീടിന് എത്ര കോടി കോൺഗ്രസ് ഗവൺമെന്റ് കോൺഗ്രസ് പിരിച്ചു എന്നത് നമുക്ക് കണക്കുകൂട്ടാം. പക്ഷെ അത് വെളിപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വിചിത്രമായിട്ടുള്ള ഒരു വാദം കൂടി കേട്ടു. പണി പൂർത്തീകരിച്ച് ഞങ്ങൾ വീട് കൈമാറുമ്പോൾ ഈ കണക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെ പിരിച്ച് എന്തെങ്കിലും പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മന്ദിരങ്ങൾ? ശ്രീമാൻ കരുണാകരന്റെ പേരിൽ ഒരു മന്ദിരം ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര തവണ പണം പിരിച്ചു? കരുണാകരന്റെ മകൻ കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ തന്നെ പലവട്ടം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? അപ്പൊ ആ പണം പിരിക്കുക, അത് കൊള്ളയടിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിലേതെങ്കിലും തരത്തിൽ ജനോപകാരപ്രദമാക്കി മാറ്റുക എന്ന സമീപനം ഇന്ന് കോൺഗ്രസിനില്ല. ഞാനതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിരിച്ച പണമല്ല, നാട്ടിലെ ജനങ്ങളെ ഒരു ദുരന്തമുഖത്ത് സഹായിക്കാൻ അഭ്യർത്ഥന നടത്തി ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമാണ്. അത് മറ്റെല്ലാ സംഘടനകളും പിരിച്ച പണത്തിന്റെ കണക്ക് പുറത്തു കൊടുത്തല്ലോ. ഇപ്പൊ മുസ്ലിം ലീഗ് പോലും പിരിച്ച പണത്തിന്റെ കണക്ക് അവർ പുറത്തു പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തേ അത് സാധിക്കാത്തത്? അപ്പൊ വലിയ തോതിൽ പണം പിരിക്കുക, ആ പണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച് അധികാരം പിടിക്കുക. 2011 മുതൽ 16 വരെയുള്ള UDFന്റെ പഴയ ഗവൺമെന്റിന്റെ ചിത്രം നമുക്കെല്ലാം അറിയാം. 9 മന്ത്രിമാരാണ് അഴിമതി കേസിൽ പ്രതിയായത്. എത്ര പേര് ജയിലിൽ കിടന്നു, എത്ര പേര് രാജിവെക്കേണ്ടി വന്നു. അപ്പൊ സമ്പൂർണ്ണ അഴിമതി ഒരു ഭരണം തിരിച്ചു കൊണ്ടുവരിക, അതാണ് കോൺഗ്രസും UDFും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിന് കേരളം അവർക്കൊപ്പം ഇല്ല എന്ന ചിത്രമാണിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനങ്ങളുടെ വികാരം കാണിക്കുന്നത്. അത് മറയിടാൻ എന്തു കുതന്ത്രവും ഇവർ പയറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല.